നമസ്തേ. നമസ്തേയുടെ പുതിയ ഡേയുടെ ആരംഭിക്കുന്നു. ഏവർക്കും സ്വാഗതം. പ്രവാസ ലോകത്തും ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചതിൻ്റെ സാഹചര്യത്തിലാണ് യുഎയിലെ വിശ്വാസികൾ. ഭക്തിയുടെ നിറവിൽ ആയിരക്കണക്കിന് പേരാണ് ഈ മനോഹര ചടങ്ങിൽ പങ്കെടുത്തത്. ആറ്റുകാലമ്മ പ്രവാസി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. മനസ്സർപ്പിച്ച് വിളിച്ചാൽ വെളിപ്പുറത്തെത്തുന്ന ആറ്റുകാലമ്മ മനസ്സറിഞ്ഞ് തൻ്റെ ഭക്തരെ സഹായിക്കുന്നു. അനേകായിരങ്ങളുടെ അനുഭവമാണിത്. ഐശ്വര്യത്തിനും ഇഷ്ടകാര്യസിദ്ധിക്കും അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ചാൽ മതിയെന്ന് പറയപ്പെടുന്നു. ലോകത്തെവിടെയായാലും ഭക്തിയുടെ നിറവിൽ വിശ്വാസികൾ പൊങ്കാല അർപ്പിക്കാനായി ഒത്തുകൂടുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദത്തോളമായി ആറ്റുകാൽ അമ്മ പ്രവാസി സമിതിയുടെ നേതൃത്വത്തിൽ പൊങ്കാല മഹോത്സവം അജ്മാനിൽ സംഘടിപ്പിച്ചു വരികയാണ്. അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഇത്തവണ പൊങ്കാല മഹോത്സവം കൊണ്ടാടിയത്. നാട്ടിലുണ്ടെങ്കിലും ഇവിടെ ഉള്ള ആ ഒരു കൾച്ചറിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക ഇൻവോൾവ്മെൻറ്റ് നാട്ടിൽ ഇത്ര കണ്ടിട്ടില്ല. പറയാം, ഞാൻ പാലക്കാട് എന്നാണ് ആക്ച്വലി, പക്ഷെ ജനിച്ചു വളർന്നൊക്കെ നാട്ടിലല്ലാണ്ട് പുറത്ത് ഇന്ത്യയിലായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ 25 കൊല്ലമായിട്ട് ഇരുന്നിട്ടും എനിക്ക് പാലക്കാടിലുണ്ടെങ്കിലും കൂടി എനിക്കിങ്ങനെ വന്ന് പൊങ്കാല ഇടാനോ അല്ല തിരുവനന്തപുരത്ത് പോയിട്ടിരുന്ന് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ എല്ലാ കൊല്ലവും വരാറുണ്ട്. പിന്നെ എല്ലാ കൊല്ലവും ഞങ്ങളുടെ ഒരു ലേഡീസിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഒരു ഫസ്റ്റ് ഇയർ ഞങ്ങൾ തുടങ്ങിയത് 2020 പിന്നെ കോവിഡ് വന്നു. ഞങ്ങളൊരു 25 പേര് ഇവിടുന്ന് പോയി പൊങ്കാല അവിടെ ആറ്റുകാൽ ഭഗവതിരെ അവിടെ പോയി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷവും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. 47 പേരാണ് പോയത്. അപ്പോൾ ഞങ്ങൾക്ക് അവിടെയുള്ള ഒരു ഭാഗ്യം ഇല്ലാത്തതാണ് ഇവിടെ പ്രവാസിയായിട്ട് ഇവിടെ ഉള്ളപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഭാഗ്യം. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് ഈ ഒരു ഭാഗ്യം ഇപ്പോൾ സത്യം പറയണമെങ്കിൽ ഇംഗ്ലീഷിൽ എനിക്ക് പറയാൻ കിട്ടുന്ന വാക്ക് ഗൂസ് ബംസിനോ, നമുക്ക് ശരിക്കും ആ ഒരു പൊങ്കാല പൊങ്കി വരണതും ഭഗവതിയുടെ ഒരു എന്താ പറയുക ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടണതും അതൊക്കെ ഇവിടെ ഉള്ള ഒരു ഭാഗ്യം തന്നെയാണ്. 2 ദിവസങ്ങളായി നടന്ന പൊങ്കാല മഹോത്സവത്തിന് മുൻ ശബരിമല ഏറ്റുമാനൂർ മേൽശാന്തിയും ഈ വർഷത്തെ ആറ്റുകാൽ മേൽശാന്തിയുമായ ബ്രഹ്മശ്രീ ഗോശാല വിഷ്ണു വാസുദേവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശ പുഷ്പബാണചാപാം അനിമാധ്യവിരാവൃതാം മയൂഖൈ അഹമിത്യേവ വിഭാവേ ഭവാനി. ആറ്റുകാലമ്മേ ശരണം. ആറ്റുകാലമ്മയുടെ ഇഷ്ടനിവേദ്യമായ പൊങ്കാല സമർപ്പിക്കുന്നതിനുള്ള സുമുഹൂർത്തത്തിനായി എല്ലാവരും ഇവിടെ കാത്തിരിക്കുകയാണ്. പൊങ്കാല എന്ന് പറയുമ്പോഴേക്ക് ഫെബ്രുവരി 25 നമ്മുടെ ആറ്റുകാൽ ക്ഷേത്രത്തിലെ പൊങ്കാല നടക്കുന്നത്. അപ്പോൾ വർഷങ്ങളായി ഇവിടെയും പൊങ്കാല നടക്കുന്നു. വർഷങ്ങളോളം ഈ പൊങ്കാല നടക്കും. പക്ഷേ പൊങ്കാല എവിടെയും നമുക്ക് ഇവിടുത്തെയും ആൾക്കാർ ഭക്തജനങ്ങൾ പൊങ്കാലയിടുന്നു. യുഎയിലും ഇത്ര ഭംഗിയായി നടക്കുന്നു കാര്യങ്ങൾ. ഇതൊക്കെ അറിയുമ്പോഴേക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഈ ആത്മീയ തേജസ്സിൻ്റെ ഈ പ്രകാശരകരങ്ങൾ എത്രമാത്രം അതിൻ്റെ തേജസ് ആറ്റുകാലമ്മയുടെ ആ സൂര്യ തേജസ് പ്രതിഫലിക്കുന്നു എന്നത് നമുക്ക് ഇവിടെ തന്നെ ഈ പൊങ്കാല സമർപ്പണവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നതാണ്. ശനിയാഴ്ച വൈകുന്നേരം ഭഗവതി സേവയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് കണ്ണകി ചരിത്ര നൃത്യങ്ങൾ, അത്താഴ സദ്യ എന്നിവ നടന്നു. ഞായറാഴ്ച പുലർച്ചെ മുതൽ പൊങ്കാല അരിസമർപ്പണവും തുടർന്ന് ലളിത സഹസ്രനാമ ലക്ഷാർച്ചനയും താലപ്പൊലി ഘോഷയാത്രയും അരങ്ങേറി. ഉച്ചയോടുകൂടി പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല അർപ്പിക്കുന്ന ഭക്തി നിർഭരമായ കാഴ്ചകൾക്കാണ് പ്രവാസലോകം സാക്ഷ്യം വഹിച്ചത്. ഇവിടെ ആദ്യമായിട്ടാണ്, പക്ഷേ ഇതിൻ്റെ മുന്നേ ഞങ്ങൾ എല്ലാ വർഷവും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകാറുണ്ട്. ഇതെൻ്റെ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എനിക്കൊരു ഭാഗ്യം തുടക്കമായിട്ട് കിട്ടിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്പോൾ ആറ്റുകാൽ നടക്കുന്ന ഫെബ്രുവരി 25 ആറ്റുകാൽ പൊങ്കാല അമ്മ വിശേഷമാണല്ലോ. അപ്പോൾ അതിന് ഒരു തുടക്കമായിട്ടാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. ഇവിടെ വരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ ആക്ച്വലി വരുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. എനിക്ക് എൻ്റെ ജോലി തിരക്കും കാരണങ്ങൾ അതിന്നൊരു സമയം കണ്ടെത്തി ഇവിടെ വന്ന് ഭഗവതിയുടെ അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഫീലുമാണ്, ബ്ലെസ്സിങ്സുമാണ്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ വന്ന ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിലും കിട്ടിയതിലും. സ്ത്രീകളും കുട്ടികളുമടക്കം യുഎഇയുടെ വിവിധയിടങ്ങളിൽ നിന്നായി വൻ ജനാവലിയാണ് പൊങ്കാല മഹോത്സവത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. കുട്ടികളടക്കം നിരവധി പേർ പങ്കെടുത്ത താലപ്പൊലി ഘോഷയാത്രയിൽ ശ്രദ്ധേയമായി. നാട്ടിലെ അതേ ചിട്ടവട്ടങ്ങളോടെ പ്രവാസ മണ്ണിലും വർഷങ്ങളായി
പൊങ്കാല മഹോത്സവം സംഘടിപ്പിക്കാനായതിന്റെ സന്തോഷത്തിലാണ് സംഘാടകർ. 2014 മുതൽ ഓരോ വർഷങ്ങളും എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമേ അന്ന് അത്താഴ സദ്യ എടുത്ത 300 പേർക്കാണ്. ഇന്നലെ ഞങ്ങൾ അത്താഴ സദ്യ എടുത്ത 1000 പേർക്കാണ്. അതിൽ ഓരോ വർഷം കഴിയുമ്പോഴും 300, 400, 500. അതുപോലെ തന്നെ ഇത് ഒരു ഗംഭീരമായ പ്രോഗ്രാമാണ്. UAE ആണെന്ന് എല്ലാ സ്ഥലത്തു നിന്നും, UAE മിക്ക സ്ഥലത്തു നിന്നും ആളുകളുടെ ഈ പ്രോഗ്രാമിന് വേണ്ടി വരുന്നുണ്ട്. പ്രശസ്ത സിനിമാ പിന്നണി ഗായിക ദുർഗ വിശ്വനാഥ് സംഘം അവതരിപ്പിച്ച ഭക്തിഗാനസുധ ശ്രദ്ധേയമായി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പ്രധാനം നിന്നിട്ട് തന്നെയാണ് നമ്മളിവിടെ അരി പൊങ്കാലയെ സമർപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു അവസരം ഇവിടെ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മണലാരണ്യത്തിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യം തന്നെയാണ്. ഞങ്ങൾക്ക് കുടുംബസമേത എല്ലാ പരിപാടികളും ആദ്യം മുതൽ അവസാനം വരെയും നമ്മളിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അന്യദേശത്താണെങ്കിലും പൊങ്കാലയെ ആത്മസമർപ്പണമായി കാണുന്ന ഭക്തർ അജ്മാനിൽ ഒരുമിച്ച് കൂടുകയായിരുന്നു. പൊങ്കാലയ്ക്ക് മുൻപ് ഭക്തർ വ്രതം നോൽക്കുകയും ആറ്റുകാൽ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്യാറുണ്ട്. ഇതേ ചിട്ടവട്ടങ്ങൾ പാലിച്ചു തന്നെയാണ് ഭക്തർ പൊങ്കാല അർപ്പിക്കാൻ എത്തിയത്. പുഷ്പാഭിഷേകം, ദീപാരാധന എന്നിവയ്ക്ക് ശേഷം ഗുരുതി സമർപ്പണത്തോടെ ഉത്സവ പരിപാടികൾക്ക് സമാപനമായി. പൊങ്കാല അർപ്പിച്ച് ആത്മസമർപ്പണത്തിന്റെ പരമാനന്ദത്തോടെയാണ് ഭക്തർ മടങ്ങിയത്. സർവ അഭിഷ്ടുതി ദായിനിയായ പരാശക്തിയുടെ കൃപാകടാക്ഷങ്ങൾ പരിധിയില്ലാതെ സർവരിലും വർഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നമസ്തേ രവിയുടെ പൊങ്കാല ആശംസകൾ.